സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള നടനാണ് ഫഹദ് ഫാസിൽ. ഫഹദിന്റെ പിറന്നാൾ കൂടിയായ ഇന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ കുറച്ച് ഓട്ടങ്ങളിലൂടെ ഒന്ന് പോയാലോ. ഫഹദിന്റെ കഥാപാത്രങ്ങളുടെ ഓട്ടത്തിന് പോലും ഒരു ഭംഗിയുണ്ട്. ഒരു കൈ നെഞ്ചോട് അമർത്തിപ്പിടിച്ച് മറുകൈ വീശിക്കൊണ്ട് വേഗത്തിലോടുന്ന അയമനം സിദ്ധാർത്ഥിനെ നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. ജീവിതത്തിനോട് ആർത്തി പിടിച്ച് രണ്ടു കൈയും വീശിയുള്ള ഞാൻ പ്രകാശിലെ PR ആകാശ് എന്ന പ്രകാശിന്റെയോ, നോർത്ത് 24 കാതത്തിലെ അതിവൃത്തിക്കാരൻ ഹരികൃഷ്ണന്റെ ഓട്ടം, ബാഗ് നെഞ്ചോട് അടുക്കി പിടിച്ച് മറുകൈ വായുവിൽ ആഞ്ഞു വീശിക്കൊണ്ട് ഓടുമ്പോൾ അദ്ദേഹം ആ കഥാപാത്രത്തെ വിട്ടുകൊടുക്കുന്നില്ല. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇരു കൈകളിലും തോക്കേന്തിക്കൊണ്ടുള്ള അലോഷിയുടെ ഓട്ടം അദ്ദേഹത്തിന്റെ മറ്റൊരു ശ്രദ്ധ ആകർഷിച്ച ഓട്ടമായിരുന്നു. ചാപ്പാക്കുരിശിലെ ഓട്ടം, ആവേശത്തിലെ രംഗണ്ണന്റെ ഓട്ടം, അങ്ങനെ നിരവധി ഓട്ടങ്ങൾ. ഓടുന്നത് ഒരാളാണെങ്കിലും ഓട്ടം വ്യത്യസ്തമാണ്. എന്നാൽ അയാൾ ഓടിത്തീർത്ത വഴികൾക്ക് പറയാൻ വിജയത്തിന്റെ മാത്രമല്ല, വീഴ്ചയുടെയും പരാജയങ്ങളുടെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും എല്ലാം കഥയുണ്ട്. കാരണം 2002 കയ്യെത്തും ദൂരത്ത് എന്ന മലയാള സിനിമ ഇറങ്ങിയപ്പോൾ മലയാള സിനിമയിൽ പറ്റിയ നടനെന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ മാറ്റി നിർത്തി. പിന്നീട് അദ്ദേഹം വന്നത് 2009 കേരള കഫേ എന്ന സിനിമയിലൂടെയായിരുന്നു. കേരള കഫേയിലൂടെ തിരിച്ചു വന്ന അദ്ദേഹത്തിന് പിന്നീട് പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നില്ല. ഇനി ഫഹദിന്റെ ഇറങ്ങാൻ പോകുന്ന സിനിമയിൽ പോലും ആ ഒരു കൗതുകമുണ്ട്. ഓടും കുതിര ചാടും കുതിര എന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ സിനിമയുടെ പേര്. പ്രിയപ്പെട്ട ഓട്ടക്കാര, ഓട്ടം തുടരുക. കൂടുതൽ കരുത്തോടെ പാൻ ഇന്ത്യൻ സൂപ്പർ താരപദവിയിലേക്ക് ആ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുക.